Hello dears, we have been discussing about production system and production process. You can refer the meaning, definition and characteristics of production system in the previous videos. Today we are going to discuss about the types of production system. Mainly there are three types of production system. They are continuous system, intermittent system and project system. Let us discuss about continuous production system. Continuous production refers to the manufacturing of large volume of a single or a very few varieties of products with a standard set of process. എന്താണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം? അതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രൊഡക്റ്റ് ഡിമാൻഡിനെ ബേസ് ചെയ്തോ ആവശ്യാനുസരണം ഒരു സിംഗിൾ പ്രൊഡക്റ്റിൻ്റെയോ വളരെ കുറച്ച് പ്രൊഡക്റ്റുകളുടെയോ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് continuous production. There are several examples like oil refining, synthetic fiber production, power stations, pulp and paper productions, etc. ഇനി നമുക്ക് ഓയിൽ റിഫൈനിങ്ങിൻ്റെ കേസ് എടുത്തു നോക്കാം. ക്രൂഡ് ഓയിലിനെ റിഫൈൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോമിലേക്ക് സെപ്പറേറ്റ് ചെയ്യലാണ്. ദ ഫസ്റ്റ് സ്റ്റേജ് സെപ്പറേഷൻ. ഹൈ ടെമ്പറേച്ചറിൻ്റെ സഹായത്തിൽ ഈ ക്രൂഡ് ഓയിലിനെ ഡിഫറെൻറ്റ് പർപ്പസിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് കൺവേർഷൻ. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഓയിലിനെ വേരിയസ് ലൈറ്റർ പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണിത്. ഫൈനൽ സ്റ്റേജാണ് ട്രീറ്റിംഗ്. കൺവേർഷൻ പ്രോസസ്സിലൂടെ ലഭിക്കുന്ന ഓയിലിനെ റിഫൈൻഡ് പെട്രോളിയം പ്രൊഡക്ട്സ്, അതായത് LPG, നാഫ്ത, അതർ ലൂബ്രിക്കൻസ് എന്നിവയാക്കി ട്രീറ്റ് ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുകയാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയി ലാർജ് വോളിയം ഓഫ് എ സിംഗിൾ ഓർ വെരി ഫ്യൂ വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സാണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഇനി ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസ് ജനറലി ലാർജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുപോലെ കണ്ടിന്യൂസ് പ്രൊഡക്ഷനിൽ മോസ്റ്റ്ലി ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് നടക്കുക. സോ അതിൻ്റെ ഔട്ട്പുട്ടും ലാർജ് വോളിയം ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്, ദ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ദി ഓപ്പറേഷൻ സ്റ്റേജസ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ്. ഇതൊരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ് സ്ട്രിക്ട്ലി ഫോളോസ് സെർട്ടൈൻ സ്റ്റാൻഡേർഡ്സ്. ഇതിലെ പ്രൊഡക്റ്റ് ഡിസൈനും ഓപ്പറേഷൻ സ്റ്റേജസും എല്ലാം ഫിക്സഡ് ആയിരിക്കും. Third point, special purpose automatic machines are used to perform standardized operation. ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ഓപ്പറേഷൻ ഒക്കെ സ്മൂത്തായി നടത്താൻ വേണ്ടി ഓരോരോ പർപ്പസിനനുസരിച്ച് ഓട്ടോമാറ്റിക് മെഷീൻസ് ഇവിടെ ഉപയോഗിക്കും. ലാസ്റ്റ് പോയിന്റ്, പ്രൊഡക്റ്റ് ലേഔട്ട് ഈസ് ഡിസൈൻഡ് അക്കോർഡിംഗ് ടു എ സെപ്പറേറ്റ് ലൈൻ ഫോർ ഈച്ച് പ്രൊഡക്റ്റ്. We have already told that this system focus on single or a very few varieties of products. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് ഓരോ പ്രൊഡക്റ്റിനും സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ലേഔട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ മെറിറ്റ്സ് ഓഫ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ്, വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി ഈസ് മിനിമൽ. അതായത് നമുക്കൊരിക്കലും കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഇടയ്ക്ക് വെച്ച് ഹോൾഡ് ചെയ്തു വെക്കാനോ കൂടുതൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ നടത്തുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഒരു മിനിമൽ ലെവൽ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻട്രി ആണ് കീപ്പ് ചെയ്യുക. സെക്കൻഡ് പോയിന്റ്, ദി ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ഈസ് കെപ്റ്റ് യൂണിഫോം ബിക്കോസ് ഈച്ച് സ്റ്റേജ് ഡെവലപ്സ് സ്കിൽസ് ഓഫ് എംപ്ലോയീസ് ത്രൂ റിപ്പിറ്റേഷൻ ഓഫ് വർക്ക്. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിലെ ഓരോ ഓപ്പറേഷനും സ്റ്റാൻഡേർഡൈസ് ആയതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയി സെയിം വർക്ക് ചെയ്യുന്നത് കൊണ്ട് എംപ്ലോയീസ് എല്ലാം ഹൈലി സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഇതിൻ്റെ ഔട്ട്പുട്ടും യൂണിഫോം ക്വാളിറ്റി ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യും. തേർഡ് പോയിന്റ്, എനി ഡിലേ അറ്റ് എനി സ്റ്റേജ് ഈസ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റഡ്. ഇതിൽ സ്പെഷ്യൽ പർപ്പസ് ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ്റെ ഏതെങ്കിലും സ്റ്റേജിൽ ഏതെങ്കിലും ഡിസ്റ്റർബൻസ് കാരണം ഡിലേ വരികയാണെങ്കിൽ അതും ഓട്ടോമാറ്റിക്കലായി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഫോർത്ത് പോയിന്റ്,
handling of materials is reduced due to the set pattern of production line. ഈ സിസ്റ്റത്തിൻ്റെ മെഷീൻ ആൻഡ് ഓപ്പറേഷൻ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വളരെ ഈസി ആയിരിക്കും. ഫിഫ്ത്ത് പോയിന്റ്, കൺട്രോൾ ഓവർ മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് സിംപ്ലിഫൈഡ്. എല്ലാം ഓട്ടോമേറ്റഡ് മെഷീൻ ആൻഡ് പ്രോസസ് ആയതുകൊണ്ട് മെറ്റീരിയൽസ്, കോസ്റ്റ്, ഔട്ട്പുട്ട് എന്നിവയിലെല്ലാം മാനുവൽ കൺട്രോൾ സിംപ്ലിഫൈഡ് ആയിരിക്കും. ലാസ്റ്റ് പോയിന്റ്, the work can be done by semi-skilled workers because of their specialization. Continuous production can also be done with the help of semi-skilled workers. Next is the demerits of continuous production system. First point, strict maintenance is necessary to avoid production hold up. Continuous production system ആയതുകൊണ്ട് തന്നെ വർക്ക് ഫ്ലോ ബ്രേക്ക് ആവാതിരിക്കാൻ സ്ട്രിക്റ്റ് മെയിൻ്റെനൻസ് ഫോളോ ചെയ്യേണ്ടതാണ്. സെക്കൻഡ് പോയിന്റ്, ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആയതുകൊണ്ടും സ്പെഷ്യൽ പർപ്പസ് ഓട്ടോമാറ്റിക് മെഷീൻസ് ഉപയോഗിക്കുന്നതുകൊണ്ടും കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിന് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. തേർഡ് പോയിന്റ്, കനോട്ട് മേക്ക് സഡൻ ചേഞ്ചസ് ഇൻ ദി പ്രൊഡക്ഷൻ സിസ്റ്റം. ഓൾറെഡി ഫിക്സഡ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഇതിനകത്തുള്ളത്. സോ വി കനോട്ട് മേക്ക് സഡൻ ചേഞ്ചസ് ഇൻ ദി പ്രൊഡക്ഷൻ സിസ്റ്റം. സോ നൗ ലെറ്റ് us discuss the types of continuous production system. There are two types of continuous production system. They are mass production and process production. ആദ്യം നമുക്ക് മാസ് പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. In mass production, a few types of products are manufactured in large quantities. സമാന സ്വഭാവമുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയ തോതിലുള്ള ഉൽപ്പാദനത്തെയാണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻ 1913 ഹെൻറി ഫോർഡ് ആണ് മാസ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് മിക്ക ഇൻഡസ്ട്രീസിലും മാസ് പ്രൊഡക്ഷൻ സിസ്റ്റം കാണാൻ സാധിക്കും. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാസ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് പോയിന്റ്, സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചേർഡ്. ഒരു മിനിമം ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് മാസ് പ്രൊഡക്ഷനിലൂടെ മാനുഫാക്ചർ ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻപുട്സ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ഓപ്പറേഷൻസ് ആർ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ്. സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്ട്സ് കിട്ടണമെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻപുട്സും സ്റ്റാൻഡേർഡൈസ്ഡ് ഓപ്പറേഷനും അത്യാവശ്യമാണ്. തേർഡ് പോയിന്റ്, ലാർജ് വോള്യൂം ഓഫ് പ്രൊഡക്ട്സ്. മാസ് പ്രൊഡക്ഷൻ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്, ദി ഔട്ട്പുട്ട് വിൽ ബി ഓഫ് ലാർജ് വോള്യൂം. ഫോർത്ത് പോയിന്റ്, ഷോർട്ടർ സൈക്കിൾ ടൈം ഓഫ് പ്രൊഡക്ഷൻ. ഓട്ടോമേറ്റഡ് മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് മാസ് പ്രൊഡക്ഷൻ സൈക്കിൾ മോസ്റ്റ്ലി ടേക്സ് ഓൺലി എ ഷോർട്ടർ ടൈം. ഫിഫ്ത്ത് പോയിന്റ്, ലെസ് സൂപ്പർവിഷൻ ഈസ് റിക്വയർഡ്. ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഓപ്പറേഷനും ഓട്ടോമേറ്റഡ് മെഷീനും ഉള്ളതുകൊണ്ട് കൂടുതൽ മോണിറ്ററിംഗ് ഇതിനാവശ്യമില്ല. സിക്സ്ത്, പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് പ്രൊഡക്ഷൻ ലൈൻ. പ്രൊഡക്ഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമായ എ സെറ്റ് ഓഫ് സീക്വൻഷ്യൽ ഓപ്പറേഷനാണ് ഒരു പ്രൊഡക്റ്റ് ലൈൻ. അപ്പോൾ മാസ് പ്രൊഡക്ഷനകത്ത് ഒന്നോ അതിലധികമോ വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈച്ച് പ്രൊഡക്റ്റ് റിക്വയർസ് ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ ലൈൻ. സോ ഇൻ എ മാസ് പ്രൊഡക്ഷൻ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൊഡക്ഷൻ ലൈൻ ബാലൻസ്ഡ് ആയിട്ടായിരിക്കും കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് പോയിന്റ്, flow of material, components and parts are continuous. So definitely it follows all the features of continuous production system. Therefore, flow of raw materials, components, parts will of course be continuous. Last point, production planning and control are easy. We have already told that mass production follows a fixed set of standards. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങും കൺട്രോളും മറ്റുള്ള പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് ഈസി ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് മാസ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് പോയിന്റ്, ഹയർ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ വിത്ത് റിഡ്യൂസ്ഡ് സൈക്കിൾ ടൈം. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ സിസ്റ്റത്തിലൂടെ സാധിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ഹയർ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. മാസ് പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യുന്നത് മാക്സിമം ഔട്ട്പുട്ട് വിത്ത് മിനിമം കോസ്റ്റ് പെർ യൂണിറ്റ് ആയിരിക്കും. തേർഡ് പോയിന്റ്, ലെസ് സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ ഓൾസോ ബി എംപ്ലോയ്ഡ്. മാസ് പ്രൊഡക്ഷൻ ക്യാൻ ഓൾസോ ബി ഡൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലെസ് സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ്. ഫോർത്ത് പോയിന്റ്, ലോ പ്രോസസ് ഇൻവെൻട്രി. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് ഇൻവെൻട്രി ഹോൾഡപ്പ് ചെയ്യുന്നില്ല.
Last point, cost per unit is low. Manufacturing cost per unit is low. That we have already discussed in the earlier point. അടുത്തത് limitation of mass production. First point, breakdown of one machine will stop entire production line. ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ പോലും അത് എൻറ്റയർ പ്രൊഡക്ഷൻ ലൈനിനെ അഫക്റ്റ് ചെയ്യും, ബിക്കോസ് ദിസ് ഈസ് എ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം. സെക്കൻഡ് പോയിന്റ്, ലൈൻ ലേഔട്ട് നീഡ്സ് മേജർ ചേഞ്ചസ് ഇൻ ദി പ്രൊഡക്റ്റ് ഡിസൈൻ. പ്രൊഡക്റ്റ് ഡിസൈൻ മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ ലേഔട്ടും മാറ്റേണ്ടി വരും. തേർഡ് പോയിന്റ്, ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഈസ് റിക്വയർഡ്. ഇതൊരു മാസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഓട്ടോമേറ്റഡ് മെഷീൻ ഓപ്പറേഷൻ ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും ഇതിന് വരുന്ന ചിലവ് വളരെ കൂടുതലാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം ഈസ് പ്രോസസ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ആർ അറേഞ്ച്ഡ് ആസ് പെർ ദി സീക്വൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് ഫ്രം ദി സ്റ്റാർട്ട് ടു എൻഡ്. പ്രോസസ് പ്രൊഡക്ഷനിൽ ഇൻപുട്സ് ഒരു സീക്വൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അതായത് സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് വരെ റിസോഴ്സസ് വ്യത്യസ്തമായ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. നേരെ മറിച്ച് മാസ് പ്രൊഡക്ഷനിലെ ഇൻപുട്സ് പ്രൊഡക്ഷൻ ലൈനിലൂടെ ഒരു സിംഗിൾ സെറ്റ് ഓഫ് ഓപ്പറേഷനിലൂടെ കടന്നു പോയിട്ടാണ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാവുന്നത്. പ്രോസസ് പ്രൊഡക്ഷൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ഇൻ ദി മാസ് പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം, മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോസസ് പ്രൊഡക്ഷൻ ആർ: first one, material handling is fully operated. Second, process operates a predetermined sequence of operation. Third point, it is used for bulk manufacturing. Last, planning and scheduling is a routine action. Next is the advantages of process production. First point, standardization of product and process sequence. It follows standardized sequence of process, thereby we get a standardized product. Next point, higher rate of production with reduced cycle time. Second point, higher rate of production with reduced cycle time. Third point, manpower is not required for material handling as it is completely automatic. Fourth one, person with limited skill can be used on the production line. Last point, unit cost is lower due to high volume of production. We have already discussed all this. Next is the limitation of process production. First point, flexibility to accommodate and process number of products does not exist. Production processile sequential operations are fixed. Hence, there is no chance for flexibility. Second point, very high investment for setting flow lines. Since it is completely automatic, process production requires a very high investment. So this is all about continuous production system. Second type of production system is intermittent production system. Intermittent means something that starts and stops at irregular intervals. Intermittent എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയക്രമമില്ലാതെ ഒരു പ്രവർത്തനം ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നതിനെയാണ് intermittent എന്ന് പറയുന്നത്. In the intermittent production system, goods are produced based on customers' orders. അതായത് intermittent production സിസ്റ്റത്തിനകത്ത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം മാത്രമാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. എക്സാമ്പിൾ, ബേക്കറി മാനുഫാക്ചറിംഗ് പ്രോസസ്. ഇതിനകത്ത് ബ്രെഡിൻ്റെ പ്രൊഡക്ഷൻ എടുത്താൽ യൂഷ്വലി ദ ക്വാളിറ്റി ഓഫ് ബ്രെഡ് എക്സ്പയർസ് വിത്തിൻ 5 days. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. റീറ്റെയിൽസിൻ്റെ ഡിമാൻഡിനനുസരിച്ച് മാത്രമേ ഇവിടെ പ്രൊഡക്ഷൻ നടത്തുകയുള്ളൂ. ഇറ്റ് മേ നോട്ട് ബി റെഗുലർ. സോ ഇൻ സിമ്പിൾ ടേംസ് ഇതാണ് intermittent production system. Now let us discuss the characteristics of intermittent production system. First point, the flow of production is intermittent, not continuous. As we have been discussing, intermittent production system is not continuous, it is irregular. Second point, the volume of production is generally small. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം മാത്രം പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അറ്റ് എ ടൈം വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ ജനറലി സ്മോൾ ആയിരിക്കും. തേർഡ് പോയിന്റ്, എ വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചേർഡ്.
ഇന്റർമിറ്റന്റ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിനകത്ത് ഒരു സിംഗിൾ ഓർ എ വെരി ഫ്യൂ വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് അല്ല മാനുഫാക്ചർ ചെയ്യുന്നത്. വ്യത്യസ്ത സമയങ്ങളിലായതുകൊണ്ട് തന്നെ വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഇതിന്റെ പ്രൊഡക്ഷൻ ലൈനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഫോർത്ത് പോയിന്റ്, ജനറൽ പർപ്പസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ് ആർ യൂസ്ഡ്. ഇതിലൂടെ വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിനുതകുന്ന രീതിയിലുള്ള മൾട്ടി പർപ്പസ് മെഷീനാണ് ഇന്റർമിറ്റന്റ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, നോ സിംഗിൾ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ഫോർ എ ലോങ് പീരീഡ്. മാസ് പ്രൊഡക്ഷനകത്താണ് സിംഗിൾ സീക്വൻസ് ഓപ്പറേഷൻ നടക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്റർമിറ്റന്റ് പ്രൊഡക്ഷനിൽ സ്മോൾ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയതുകൊണ്ടും വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൊണ്ട് ഇതിൽ സിംഗിൾ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ സാധ്യമല്ല. സിക്സ്ത് വൺ, പ്രോസസ് ലേഔട്ട് ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് ഇൻ എ ഹൈലി കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ്. ഇന്റർമിറ്റന്റ് പ്രൊഡക്ഷന് വേണ്ടി തയ്യാറാക്കുന്ന പ്രോസസ് ലേഔട്ട് സാധാരണയായി ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതായിരിക്കും. ലാസ്റ്റ് പോയിന്റ്, periodical adjustment are made to suit different jobs or batches. ഡിഫറെൻറ്റ് പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിനനുസരിച്ച് പ്രൊഡക്ഷൻ ലൈനിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റം. There are two types of intermittent production system. They are job production and batch production. First, we are going to discuss job production. The products are manufactured as per the specification of the customers within predetermined time and cost. മുൻകൂട്ടി തീരുമാനിച്ച സമയത്ത് നിശ്ചിത ചെലവിൽ കസ്റ്റമേഴ്സിന്റെ നിർദ്ദേശാനുസരണം പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സാണ് ജോബ് പ്രൊഡക്ഷൻ. അണ്ടർ ദിസ് മെത്തേഡ് ലോ വോളിയം ആൻഡ് ഹൈ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് കമ്പയർ ടു മാസ് പ്രൊഡക്ഷൻ. മാസ് പ്രൊഡക്ഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്ത തരം പ്രൊഡക്ട്സ് കുറഞ്ഞ അളവിലാണ് ജോബ് പ്രൊഡക്ഷനിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ഈച്ച് ജോബ് ഡിമാൻഡ്സ് യുണീക്ക് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ഈ മെത്തേഡ് പ്രകാരം ഓരോ പ്രൊഡക്റ്റിൻ്റെയും മാനുഫാക്ചറിങ്ങിന് ഒരു യുണീക്ക് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഈസ് ദി ഫീച്ചേഴ്സ് ഓഫ് ജോബ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് പോയിന്റ്, മോർ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഈസ് മാനുഫാക്ചർഡ് ആസ് പെർ ദി കസ്റ്റമർ റിക്വയർമെന്റ്സ്. കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം എത്ര തരം വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് വേണമെങ്കിലും ജോബ് പ്രൊഡക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ലോ. ജോബ് പ്രൊഡക്ഷനിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. തേർഡ് പോയിന്റ്, highly skilled employees are required to do the work. Job production requires highly skilled employees. Fourth one, detailed planning is essential for ഓരോ പ്രൊഡക്ഷൻ്റെയും ഓപ്പറേഷൻ സീക്വൻസ് ചെയ്യാൻ ഡീറ്റെയിൽഡ് പ്ലാനിങ് ആവശ്യമാണ്. Last point, employees should be able to take each job as a challenge. Different varieties of products ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടും അവ ഓരോന്നും ഡിഫറെൻ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ടും എംപ്ലോയീസിനെ സംബന്ധിച്ച് ഓരോ പ്രൊഡക്ഷനും ഒരു വലിയ ചലഞ്ച് തന്നെയാണ് ഉണ്ടാവുക. അഡ്വാൻറ്റേജസ് ഓഫ് ജോബ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് വൺ, ഇറ്റ് ട്രൈസ് ടു സാറ്റിസ്ഫൈ ദി യുണീക്ക് റിക്വയർമെൻറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സ്. ഓരോ കസ്റ്റമേഴ്സിൻ്റെയും പ്രത്യേക ആവശ്യങ്ങൾ ജോബ് പ്രൊഡക്ഷൻ ഫുൾഫിൽ ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, എംപ്ലോയീസ് വിൽ ബിക്കം മോർ സ്കിൽഡ് ആസ് ഈച്ച് ജോബ് ഗിവ്സ് ദം ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ്. ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സിലും എംപ്ലോയീസിന് ഒരു ന്യൂ ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഹെൽപ്സ് ദം ടു ബിക്കം മോർ എക്സ്പെർട്ട്. തേർഡ് പോയിന്റ്, ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് എംപ്ലോയീസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. ജോബ് പ്രൊഡക്ഷനകത്ത് എംപ്ലോയീസിന്റെ മുഴുവൻ കഴിവുകളെയും മാക്സിമം ഉപയോഗപ്പെടുത്തുന്നു. ലാസ്റ്റ് പോയിന്റ്, ഓപ്പർച്യൂണിറ്റി എക്സിറ്റ്സ് ഫോർ എംപ്ലോയീസ് ടു ഡു ക്രിയേറ്റീവ് വർക്ക്സ്. കൂടുതൽ ക്രിയാത്മകമായ ജോലികളിൽ ഏർപ്പെടാൻ ജോബ് പ്രൊഡക്ഷൻ പ്രേരകമാകുന്നു. ലിമിറ്റേഷൻ ഓഫ് ജോബ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് പോയിന്റ്, ഹയർ കോസ്റ്റ് ഡ്യൂ ടു ഫ്രീക്വന്റ് സെറ്റപ്പ് ചേഞ്ചസ്. വ്യത്യസ്ത തരം പ്രൊഡക്ഷൻ ഇതിനകത്ത് നടക്കുന്നതുകൊണ്ട് ഈച്ച് പ്രൊഡക്ഷൻ റിക്വയർസ് ഡിഫറെൻറ്റ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. ഇടയ്ക്കിടെയുള്ള ഇത്തരം ചേഞ്ചസ് ജോബ് പ്രൊഡക്ഷൻ്റെ ചിലവ് കൂടാൻ കാരണമാകുന്നു. Second point, it results in higher level of inventory at all levels and also higher inventory cost. കസ്റ്റമേഴ്സിന്റെ നിർദ്ദേശപ്രകാരം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രൊഡക്ഷൻ ആവശ്യമായ റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സും ഒരുപോലെ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ഇത് ചെലവ് കൂടാൻ കാരണമാകുന്നു.
Third point, production planning is complicated. Since it is produce a variety of products as per the needs of customers, the production planning becomes highly complicated. Last point, largest space requirements. Inventory stores cheyanullatukondu job production requires very large space. Second type of intermittent production system is batch production. Items are processed in lots or batches and a new batch is undertaken for a production only when the production on all items of batch is complete. Batch productionil ഓരോ പ്രൊഡക്ട്സും ബാച്ച് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ബാച്ച് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ബാച്ച് ആരംഭിക്കുകയുള്ളൂ. ബാച്ച് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം ക്യാൻ ബി കൺസിഡർഡ് ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ജോബ് ടൈപ്പ് സിസ്റ്റം. ജോബ് പ്രൊഡക്ഷന്റെ മറ്റൊരു വിപുലീകരണമാണ് ബാച്ച് പ്രൊഡക്ഷൻ. ലെറ്റ് us take the example of production of different sized clothes. ഇവിടെ സ്മോൾ സൈസിലുള്ള ക്ലോത്ത്സിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മീഡിയം സൈസിലുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Now let us discuss about characteristics of batch production. First point, shorter production runs. ചെറിയ തോതിലുള്ള പ്രൊഡക്ഷൻ ആണ് ബാച്ച് പ്രൊഡക്ഷനകത്ത് നടക്കുന്നത്. Second point, products are manufactured in small batches. അതുകൊണ്ട് തന്നെ സ്മോൾ ബാച്ചസ് ആയിട്ടായിരിക്കും പ്രൊഡക്ഷൻ നടക്കുന്നത്. തേർഡ് പോയിന്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി സെറ്റപ്പ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഐറ്റം ഇൻ എ ബാച്ച് ആൻഡ് ചേഞ്ച് സെറ്റപ്പ് ഈസ് റിക്വയർഡ് ഫോർ പ്രോസസ്സിംഗ് ദി നെക്സ്റ്റ് ബാച്ച്. ഓരോ ബാച്ചസ് ഓഫ് പ്രൊഡക്ഷനിലും ആവശ്യമായ രീതിയിലുള്ള മെഷീനറിയുടെ ക്രമീകരണം ഇതിനാവശ്യമാണ്. ലാസ്റ്റ് പോയിന്റ്, manufacturing lead time and cost are lower as compared to job production system. ജോബ് പ്രൊഡക്ഷനെ താരതമ്യം ചെയ്യുമ്പോൾ ബാച്ച് പ്രൊഡക്ഷന് മാനുഫാക്ചറിംഗ് ടൈം ആൻഡ് കോസ്റ്റ് ആർ വെരി ലോ. അഡ്വാൻറ്റേജസ് ഓഫ് ബാച്ച് പ്രൊഡക്ഷൻ. ഫസ്റ്റ് പോയിന്റ്, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫെസിലിറ്റീസ്. പ്രൊഡക്ഷൻ പ്ലാന്റും മെഷീനറി ഫെസിലിറ്റീസും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ബാച്ച് പ്രോസസ്സിലൂടെ സാധിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് പ്രൊമോട്ട്സ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ. ഓരോ സ്റ്റേജസിലുള്ള പ്രോസസ്സിന്റെ സ്പെഷ്യലൈസേഷൻ ബാച്ച് പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ്, കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ലോവർ. നെക്സ്റ്റ്, ലിമിറ്റേഷൻ ഓഫ് ബാച്ച് പ്രൊഡക്ഷൻ. ഫസ്റ്റ് പോയിന്റ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഈസ് കോംപ്ലക്സ് ഡ്യൂ ടു ഇറഗുലർ ആൻഡ് ലോങ് ഫ്ലോസ്. ബാച്ചായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഈസ് ഓൾസോ ബിക്കം എ complex process. Second point, production planning and control are complex. Final one, higher setup cost due to frequent changes in setup. This is about intermittent production system. Third type of production system is project system. This is one in which there is a very high degree of customization and the job is undertaken to meet specific requirements. Example, construction of airports, dams, roads, building, shipbuilding, etc. Each project is unique. This is all about production system and types of production system.